അവനെ നോക്ക് ഫ്രെയിമിൽ കിട്ടുന്നത്. അതെ അതാണ് ബെറ്റർ. ഇപ്പുറത്തേക്ക് ഇറങ്ങി വന്ന് ചേർന്ന ഇവിടെ ഇരുന്നോ? ഫ്രണ്ടിൽ നിൽക്കാം, ഫ്രണ്ടിൽ നിൽക്കാം, സ്ഥലം ഉണ്ടല്ലോ. നിന്നെന്താ അറിയാണ്ട് നിന്നെ മറക്കാൻ പറ്റും. നിന്നെ നല്ലായിരുന്നു. നീ പഴയ NCC അല്ലേ ഒന്നില്ലെങ്കിലും. വീട് പറഞ്ഞല്ലോ പാത്രക്കാവിന്റെ അടുത്താണ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അരവിന്ദാക്ഷൻ. 10 ക്ലാസ്സിലായിരുന്നു. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ക്രൈംബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നു, പാലക്കാട്. വൈഫ് ഷൊർണൂർ പ്രസ്സില് ജോലി ചെയ്യുന്നു. 2 മക്കള്. മൂത്താള് 10ാം ക്ലാസ് പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 6ാം ക്ലാസ് പഠിക്കുന്നു. പിന്നെ എനിക്ക് ആദ്യം നമ്മളെല്ലാവരും കുറച്ചാൾക്കാരെ വന്നപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം നമ്മളൊരു 80 ആൾക്ക് കണക്കായി ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്താണ്. ഇരിക്കാനുള്ള സൗകര്യമൊക്കെ കുറഞ്ഞു പോയി. കാരണം അത് സംഘാടക സമിതി എന്നുള്ള പേരിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു വീഴ്ചയാണ്. നമ്മള് സെപ്റ്റംബറിൽ ഓണം സമയത്ത് പ്ലാൻ ചെയ്താണ് ഇങ്ങനെ ഒരു പരിപാടി. പക്ഷെ നമുക്ക് അന്ന് മാനേജറെയോ HMനെയോ കണ്ടിട്ട് നമുക്ക് വലിയ ഹാള് നമുക്ക് ബുക്ക് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി. കുമാരി എവിടെ? ഹരീന്ദ്രൻ, ഉണ്ണി, പിന്നെ വിനു, മണികണ്ഠൻ, ആനന്ദ്, ജിതേഷ്, ഗോപാലൻ, വിജയകുമാർ, ദേവിരാജ്, നമ്മളെല്ലാവരും ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നേരിട്ടൊന്ന് മീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും ഫോണിൽ കൂടി വാട്സാപ്പ് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടും അങ്ങനെയാണ് ഇത് ഇത്രയെങ്കിലും എത്തിച്ചു കൊണ്ടുവരാൻ പറ്റിയത്. വേറെ പ്രത്യേകിച്ചില്ല. ബാക്കിയെല്ലാം രവീന്ദ്രൻ പറഞ്ഞില്ലേ. പേര് ഇനി പ്രത്യേകം പറയണം. മനോജ്,
ഒരു കെട്ടിയോളും 2 കുട്ടികളും അത്രേ ഉള്ളൂ. മനോരമയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, കുടുംബകല ഉണ്ടാക്കരുത്. ഇവർ ജിതേഷ് 10 E-ലാണ്. 2 കുട്ടികൾ, മൂത്താള് +2 പഠിക്കുന്നു, ചെറിയ ആള് 7ാം ക്ലാസ്സിലാണ്. എന്താ വിശേഷം? 10 E-ലായിരുന്നു. 2 മക്കള്, മോള് 12th, മോൻ 5th. വൈഫ് ഹോസ്റ്റലില് വർക്ക് ചെയ്യുന്നു. മണികണ്ഠൻ ഫേസ്ബുക്കിലൊക്കെ പാടി ഇടാറുണ്ട്, അപ്പൊ ഒരു പാട്ടൊക്കെ ആവാല്ലേ? റെഡി ആയിക്കോളൂ, ഒരു പാട്ട് നമ്മള് മണികണ്ഠൻ വേണ്ടേ പാടിക്കണ്ടേ? പിന്നെ ഞാൻ ആർമിയിലായിരുന്നു, റിട്ടയർഡ് ആയി 2014. ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിലോ. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. നല്ലൊരു കൈഡി. വാ, എന്റെ ക്ലാസ്സിലെ. പിന്നെ വൈഫ് നിഷ, 2 മക്കള്, ചെറിയ ആളുകൂടെ കൂടെ ഉണ്ട്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, വന്ദന. പിന്നെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, കോമാട് കേന്ദ്രത്തിൽ. പിന്നെ ഞാൻ പോസ്റ്റിൽ വർക്ക്. ഇത്രയും എൻ്റെ വിശേഷം. 2 മക്കള്, അവർ 8ലും 10ലും പഠിക്കുന്നു. പിന്നെ ഞാൻ ഇലക്ട്രിക്കൽ വർക്ക്, കുറച്ച് കൃഷി, വൈഫ് നേഴ്സാണ്, അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഇപ്പം നമ്മൾ 55 പേരോളുണ്ട്. അടുത്ത വർഷം ഇതൊരു 110 ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ. ഇതിൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാട്ടോ. ഓക്കെ, താങ്ക് യു. ലേറ്റ് വന്നാലും ലേറ്റസ്റ്റ് ആയി വരുമായിരുന്നു രജനീകാന്ത്. കാരണം നമ്മൾ 30 വർഷത്തെ ഇടവേളയ്ക്ക് ചെയ്തെങ്കിലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. അപ്പൊ ആ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ. അപ്പോൾ എന്തായാലും ഒരു കാര്യം, നമ്മുടെ പഴയ തലമുറയൊക്കെ പറയാറുണ്ട്, തലമുറ തന്നെ അയക്കരുത്, അതുപോലെ വന്ന വഴി മറക്കരുത്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മളിവിടെ ഇന്ന് കൂടിയിട്ടുള്ള എല്ലാവരും വന്ന വഴി മറക്കാത്തവരാണ് തീർച്ചയായിട്ടും. കാരണം 30 വർഷം SLC കഴിഞ്ഞു, 30 വർഷം കഴിഞ്ഞു, പല പല സ്ഥലത്താണ്, പല പല ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോ എല്ലാവർക്കും, പങ്കെടുത്ത എല്ലാവർക്കും ബിഗ് ഹാൻഡ്സ്. അതിന് അവസരം ഒരുക്കി തന്നിട്ടുള്ള ഈ സംഘാടകർക്കും വളരെ പേടിയുണ്ടായിരുന്നു, അവർക്ക് ഇതൊക്കെ നടക്കുമോ, എന്തൊക്കെ ആവുമെന്നുള്ളതൊക്കെ. പക്ഷെ വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നടന്നു. പങ്കെടുത്തവരും സംഘാടകരും എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. അതേപോലെ എന്നെ പേര് ശ്രീകുമാർ. ഞാൻ ആദ്യം ഇവിടുന്ന് SLC കഴിഞ്ഞതിന് ശേഷം പ്രീ ഡിഗ്രി വിക്ടോറിയ പോളിടെക്നിക്, അതിനുശേഷം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. പഠിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഗവൺമെന്റ് ജോലി കയറിയത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. പോലീസിൽ മണ്ണാർക്കാട് സ്റ്റേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡിപ്പാർട്ട്മെന്റ് മാറി ടെക്നിക്കൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്ക് വന്നത്. സ്റ്റേഷണറി എഞ്ചിനീയറിംഗ് കോളേജ്, പാലക്കാട് പോളിടെക്നിക്, പെരിന്തൽമണ്ണ പോളിടെക്നിക്, അവിടെ എല്ലാം വർക്ക് ചെയ്തതിനു ശേഷം അപ്പോൾ തൃശ്ശൂർ സെറ്റിൽഡ് ആണ്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ തൊട്ടടുത്ത് തന്നെ വീട് വെച്ചിരിക്കുന്നത്. വൈഫ് ടീച്ചറാണ്. വൈഫ് ആകാശ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫിസിക്സ് ഫാക്കൽറ്റിയാണ്. 2 മക്കളാണുള്ളത്. 7ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 2 പെൺകുട്ടികളാണ്. 2 പേരും തൃശ്ശൂർ സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പ് കാരണം ഇപ്പൊ നമ്മൾ ഇങ്ങനെയെങ്കിലും ഇവിടെ കൂടുന്നത്. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഫസ്റ്റ് തുടങ്ങാൻ കാരണം ആരാണോ? പ്രത്യേകം നന്ദി പറയേണ്ടതാണ് എല്ലാവരും. അതേപോലെ ഞാൻ വിനോദ് കുമാർ 10A പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആർമിയിൽ സർവീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 17 വർഷം ഇപ്പൊ പെൻഷനായിട്ട് ഇപ്പൊ നേവിയിൽ സർവീസ് ചെയ്യുന്നു. ഇപ്പൊ 10-11 വർഷമായി നേവിയിൽ സർവീസ്. പിന്നെ എന്റെ മക്കള് ഒരാള് പുസ്തകത്തിൽ പഠിക്കുന്നു, ഡിഗ്രിക്ക് പഠിക്കുന്നു, ഒരാള് 10ൽ നേവിയിൽ പഠിക്കുന്നു. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ഒരു സ്ഥിരം ഇങ്ങനെ വർഷത്തിലൊരു മീറ്റിംഗ് കൂടുന്ന പോലെ പ്ലാൻ ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോ പഠിച്ചിരുന്നത് മണ്ണാർക്കാടാണ് വീട്. ഹസ്ബൻഡും 2 കുട്ടികളും ഉണ്ട്. മൂത്താള് ഡിഗ്രി കഴിഞ്ഞു, 2ാമത്താള് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കഴിഞ്ഞ റീയൂണിയൻ ഞാൻ ഇവിടെ വന്നിരുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി പിന്നെ കാണാനും പിന്നെ ഇതിനും പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഈ സംഘാടകരോട് പ്രത്യേകം നന്ദി പറയുന്നു. 10G ക്ലാസ്സിലായിരുന്നു പഠിച്ചത്. ഞങ്ങള് നല്ല പഠിക്കുന്ന കുട്ടികളുടെ ക്ലാസ്സാണ്.
ഞാൻ 10 G അല്ലായിരുന്നു തോന്നുന്നു. 10 Gയിലുള്ള ആൾക്കാരൊക്കെ നല്ല പഠിച്ച ആൾക്കാരാണ്. പക്ഷെ എങ്ങനെ സംഭവിക്കണം ആ തിയേറ്ററിന്റെ പുറകെ ഇരുന്നിട്ട് ആ സൗണ്ടിൽ നിന്ന് പഠിച്ച് ഇത്രയും നല്ല രീതിയിൽ എത്തിയൊരു വ്യക്തിയാണ്. നല്ല കാര്യം എടുത്തേ നമ്മുടെ ആ തിയേറ്ററിന്റെ സൗണ്ടിൽ ഇപ്പോഴും നല്ല സൗണ്ട് അവിടെ. പിന്നെ അല്ല, അത് സ്വന്തമായിട്ടൊരു ബാധ നടന്നതുകൊണ്ട് അതിലൊരു എനർജി ഇപ്പോഴും ഉണ്ട്. ഞാൻ എന്നെ കുറിച്ച് ഞാനിപ്പോ സിവിൽ സ്റ്റേഷനിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ വൈഫ് 2 കുട്ടികള് അസ്വസ്ഥമായിട്ട് ഇരിക്കുന്നു. മൂത്ത മകള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ചെറിയ ആള് 1ാം ക്ലാസ്സിൽ. ഇല്ലില്ല, വൈഫ് ഓക്കെയാണ്. അടിപൊളി. അത് 10 Gയിൽ പഠിച്ചായിരുന്നു. കോപ്പറേറ്റീവ് ബാങ്കിൽ വീട്. പിന്നെ ഡിഗ്രി ഞങ്ങളൊക്കെ അവള് കൊക്കോ, ഞങ്ങൾ ഹാൻഡ്ബാള്. പിന്നെ നമ്മളെ ഒരുവിധമുള്ള ആൾക്കാരൊക്കെ നമുക്കറിയാം, ഡെയിലി കണ്ടിട്ട്. 2 മക്കള്, ഒരാൺകുട്ടി റേഡിയോളജിയിൽ പഠിക്കുന്നു, പുതിയ കോഴ്സിൽ. മകള് +2. പക്ഷെ നമ്മുടെ കൂട്ടായ്മ സന്തോഷം. ഫാമിലിയെ കുറിച്ച് പറയും. 3 കുട്ടികളുണ്ട്. മൂത്ത 4 പഠിക്കുന്നത്, പിന്നെ രണ്ടാമത്തിന് പിന്നെ ചെറിയ കുട്ടി. അപ്പൊ നിനക്ക് കമ്പനി ഉണ്ട് ബേബി രാജ. മൂത്ത കുട്ടി 3ാം ക്ലാസ്സിലാണ്, 4ാം ക്ലാസ്സിലാണ്. കമ്പനി ഉണ്ട്. NCC അല്ലേ നമ്മുടെ ഈ കൂട്ടായ്മ സെക്രട്ടറി നമ്മുടെ ഉണ്ണീഷ്, സുരേഷ് ബാബു, അരവിന്ദാശൻ, മനോജ് കാണാനേ ഇല്ലല്ലോ. സിനിമ നല്ല അടിപൊളി ആക്റ്റീവായി. അതേപോലെ ഹീറോ നല്ല നീര് വരില്ല. ദിവസം വീട്ടിലിരുന്ന് ഞാൻ ആകെ മടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കിന്ന് എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണമെന്ന് ഒരൊറ്റ അതിയായ ആഗ്രഹത്തിൽ വന്നതാണ്. ഇന്നിപ്പോ ഞാനും വൈഫും കൂടി തമ്മിൽ അടി കൂടിയിട്ടാ പോകുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് പറഞ്ഞു നിങ്ങൾക്ക് ഇനി ആവാലോ. ഞാൻ പറഞ്ഞു പോരാ. കാരണം ഇനിയിപ്പോ നമുക്ക് ചിലപ്പോ ഈ ഒരു വർഷത്തില് ചിലപ്പോ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിൽ കാണണമെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കത് എന്തായാലും പറ്റില്ല. എനിക്ക് എല്ലാവരും കണ്ട് എല്ലാവരും ഒന്ന് കണ്ടൊന്ന് വിഷ് ചെയ്ത് പോകണമെന്ന് ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ആ ആഗ്രഹം എന്തായാലും സാധിച്ചു. ഞാൻ അവിടെ ഇരുന്നപ്പോ ആരും പരിചയമില്ലാത്ത ആൾക്കാരാന്ന് വിചാരിച്ചു. ഇപ്പൊ ഫ്രണ്ടിൽ വന്നപ്പോഴും മനസ്സിലായത് ആന്റിമാരും അമ്മൂമ്മമാരൊന്നും അല്ല എന്റെ കൂടെ പഠിച്ചത്. എന്താ പറയേണ്ടത്? പണ്ടത്തെ പോലെ ആവണ്ട. ഇങ്ങോട്ട് നോക്കൂ, ഈ സൈഡിലൂടെ നോക്കട്ടെ. കുറച്ച് അവിടെ ഇങ്ങോട്ട് മാത്രം നോക്കി സംസാരിക്കുന്നത്. ഇപ്പുറത്ത് ഞാൻ വളരെ കുറച്ചു പേരെ ചുമ്മാ പറഞ്ഞതാ. വളരെ കുറച്ചുപേരെ ഒരു 5-6 വർഷം മുമ്പേ വരെ കാണാറുണ്ടായിരുന്നു, കോവിഡിന് മുമ്പ് വരെ. കോവിഡിന് ശേഷം എനിക്ക് തോന്നുന്നു അഭിയൊക്കെ ഞാൻ ഒരു തവണ കണ്ടിട്ടുള്ളൂ. സ്ഥിരമായി കിഷോറിനെയും ഉണ്ണികൃഷ്ണനെയും കാണാറുണ്ട്. വേറെ ആരും ഞാൻ കാണാറില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ഞാൻ ഈ ലോകത്തൊക്കെ ഉണ്ട്. ഇനി നമുക്ക് എപ്പോഴും കാണാം. ശ്രീ പോലീസ് തന്നെ അല്ലേ? അല്ലല്ല, എഞ്ചിനീയറിംഗ് കോളേജ്. എഞ്ചിനീയറിംഗ് കോളേജ് എവിടെ? തൃശ്ശൂർ. ഞാൻ പ്രനൂപ് 10-7 പിന്നെന്തൊക്കെ പറയാൻ പറഞ്ഞു. ഫാമിലി ഞാൻ 2010 കല്യാണം കഴിച്ചു. അത് മതി. അത്രേ ഉള്ളൂ. ഒത്തിരി വൈകി കല്യാണം കഴിച്ചു. കുട്ടികളില്ല. ഞങ്ങൾ 2 പേരും സന്തോഷകരമായി ജീവിക്കുന്നു. ഞാനിപ്പം ആക്സിസ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ബേബി കല്യാണം കഴിക്കില്ലെന്നാ ഞാൻ വിചാരിച്ചത്. അതെ, എപ്പോഴും ബേബിയാണല്ലോ. 10 ഡീലുണ്ടായിരുന്നോ? ഓക്കെ. മംഗലാകുന്നിലാണ് താമസം. ഞാൻ കരിമ്പുഴ വണ്ടിയിൽ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. 2 മക്കള്, മൂത്താള് ഡിഗ്രി, രണ്ടാമത്താള് +2 കഴിഞ്ഞിട്ട് 2 വർഷം
നല്ല വില്ലേജ് ഓഫീസർ അല്ലേ? വില്ലേജ് ഓഫീസർ പോലത്തെ കേൾക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വരും അല്ലേ? അപ്പൊ നല്ലൊരു വില്ലേജ് ഓഫീസർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നല്ല കാര്യം. മൈക്കൊന്നും ഇങ്ങനെ പിടിക്കും. വരുന്നു 3 മക്കള്, 2 പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ ആൺകുട്ടിയുടെ ഇവിടെ തന്നെയാണ്, നാട്ടിൽ തന്നെയാണ്. ാണ് ആക്ച്വലി രജിസ്റ്റർ ഓഫീസിന്റെ അവിടെ തന്നെയാണ്. ഹലോ, എന്റെ പേര് സിന്ധു. ഞാൻ 10 ഡിയിലായിരുന്നു. പിന്നെ ഇപ്പോ ഞാൻ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായി വല്ലപ്പുഴ വില്ലേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മോൻ വന്നിട്ടുണ്ട്, അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹസ്ബൻഡ് KSRTC കണ്ടക്ടറായി വർക്ക് ചെയ്യുന്നു. നമസ്കാരം, ഞാൻ സവിത. മണ്ണമ്പശ്ശേരിയിലാണ് വീട്. റിയാലിറ്റി അടുത്ത്. അങ്ങനെ ഇപ്പോ മാരേജ് കഴിഞ്ഞ പാണ്ടിക്കാട് വണ്ടൂർ അടുത്താണ് വീട്ടിൽ താമസിക്കുന്നത്. അവിടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. 2 മക്കള്, മോള് BTech ഫസ്റ്റ് ഇയർ, മോൻ 7th. നമസ്കാരം. അധികം മുഖങ്ങളൊന്നും പരിചയം വരുന്നില്ല. 30 വർഷങ്ങൾക്ക് ശേഷം ഈ സ്ഥലത്ത് കൂടെ ഞാൻ ഒരു തവണ 2 അങ്ങനെ പരിചയമുണ്ട്. ഇവിടെ വന്നപ്പോ എന്തോ വളരെയധികം സന്തോഷം. ആ ചെറുപ്പത്തില് ഓർമ്മകള് 30 വർഷത്തേക്ക് പുറകിലേക്ക് പോയി തന്നെ തോന്നുന്നു. പായ കൂടിയിട്ടേ ഇല്ല എന്നൊക്കെ പറയാം. ദൈവാനുഗ്രഹത്താൽ ഒരു 24 വർഷമായി അധ്യാപികയായിട്ട് ഞാൻ ജോലി ചെയ്യണം. 2 പെൺമക്കള്, മോള് PGK പഠിക്കണു വിക്ടോറിയയില്. ചെറിയ മോള് 10th ഹസ്ബൻഡ് എക്സ് മിലിറ്ററി ആണ്. ഇപ്പോ പ്രിൻസ് മൈദ കിണാശ്ശേരിയിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. താങ്ക് യു. സന്തോഷം തന്നെയാണെന്ന് തോന്നില്ലേ കാണണം. ഞാൻ കുലിക്കിരിയാടാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. കുണ്ടൂർക്കുന്ന് UP സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് യോഗാനന്ദ് വെള്ളിനേഴി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ 2 മക്കളാണ്. ഒരാള് ആൺകുട്ടിയാണ് വലുത്. അവൻ MSc കെമിസ്ട്രി കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്നു, പഠിക്കുന്നു. അതുപോലെ മകള് +1 കുണ്ടൂർക്കുന്ന് സുശീല. പക്കത്തിലായിരുന്നു. കടപ്പുറത്താണ് വീട്. കല്യാണം കഴിച്ചിട്ട് ശ്രീകൃഷ്ണപുരത്തേക്ക്. ഇപ്പൊ താമസിക്കുന്നത് ബാംഗ്ലൂര്. ഒരു മോനാണ്. BTech കഴിഞ്ഞു ഈ വർഷം. ഹസ്ബൻഡ് CSF വർക്ക് ചെയ്യുന്നു. എന്താ പറയാന്ന് വെച്ചാൽ നമ്മളൊക്കെ വളരെ കുറച്ച് പേര് ഇനി വരും 4 മണി വരെ ആൾക്കാർ വരും. ഞാൻ തിരുപ്പൂരാണ്, ബാംഗ്ലൂരാണ്. എന്റെ ഹസ്ബൻഡ് ജോലി. പിന്നെ 2 മകളാണ്. രണ്ടാമത്തെ മകള് ക്രിമിനോളജി പഠിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ശിവൻ. ഞാൻ 10 പഠിച്ചിരുന്നു. 10 വർഷം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലമ്പുഴയിൽ സെറ്റിലായി. ഭാര്യ കുഞ്ഞാലി ഹോസ്പിറ്റലാണ്. മോള് BEd ഫസ്റ്റ് ഇയർ. മോൻ പിന്നെ ആർമിൻ്റെ അല്ലേ? പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് സങ്കടപ്പെടാൻ ഒന്നുമില്ല. എന്റെ പേര് സുരേഷ് ബാബു. ഞാൻ 10 ജിയിലാണ് പഠിച്ചിരുന്നത്. മാരേജ് കഴിച്ചിട്ടില്ല. ഇപ്പോഴും ക്ലാസ്മേറ്റ് സിനിമയിൽ പോലെ പൃഥ്വിരാജിനെ പോലെ ഇങ്ങനെ പാറി പറന്ന് നടക്കാണ്. അത് ആ പാറി പറന്ന് നടക്കുന്നത് കടപ്പുറം പഞ്ചായത്തിലെ 11ാം വാർഡ് മെമ്പറും കൂടിയാണ്. അതുകൊണ്ട് ഒന്നും കൂടി പാറി പറന്ന് നടക്കാനും ആളുകളുടെ ഇടയിലേക്ക് കുറച്ചുകൂടി സുതാര്യമായി എത്താനും കഴിയുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയില്ല. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. രാഷ്ട്രീയക്കാരും പല മേഖലയിലും ജോലി ചെയ്യുന്നവരാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഓർമ്മ പുതുക്കാനാണ് നമ്മളിവിടെ വന്നത്. നമുക്ക് എന്തൊക്കെയോ കുറെ നഷ്ടപ്പെട്ടതായിട്ട് നമുക്കിവിടെ വരുമ്പോൾ തോന്നുന്നുണ്ട്. എന്തായാലും എല്ലാവരെയും വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നമ്മൾ അന്ന് കണ്ട ഒരു മുഖം അന്വേഷിച്ച് വന്ന ആരെയും നമുക്ക് കാണില്ലേ പോകും. കാരണം നമുക്കൊക്കെ വയസ്സായി തുടങ്ങി. എന്തായാലും എല്ലാവർക്കും വളരെ സന്തോഷം. ഞാൻ 2 മക്കളാണ്. ചെറിയ കുട്ടികളാണ്. ഞാൻ വളരെ വൈകി കല്യാണം കഴിച്ചവരല്ല. മൂത്ത കുട്ടി ഇപ്പോൾ UKG പഠിച്ചുകൊണ്ടിരിക്കുന്നു. സന്തോഷം. നമസ്കാരം, ഞാൻ ശശികുമാർ. 10 പഠിച്ചിട്ടുണ്ടായിരുന്നു. വൈഫ് ഹൗസ് വൈഫാണ്. കുട്ടികൾ 2 പേര് കേന്ദ്ര വിദ്യാലയയിൽ ഓരോരുത്തർ പഠിക്കുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് റെയിൽവേ
ബേസ് വന്ന് കോയമ്പത്തൂർ സേലം ഡിവിഷൻ. ലോക്കോ പൈലറ്റാണ്. ലീഡറായിരുന്നു, പക്ഷെ പഠിച്ചിട്ടില്ല. അത് എല്ലാവരും കൂടി ആക്കിയതാണ്. രാവിലെ പ്രയർ പോയിട്ട് അവിടെ ചെല്ലണ്ടേ, ഹെഡ്മാസ്റ്റർ മുന്നിൽ വന്നിട്ട് കാണാതെ പറയണ്ടേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് സമിതിയൊക്കെ കൂടി തള്ളി വിട്ടതാണ് നമുക്ക് വോട്ട് ചെയ്തിട്ട്. നിമിത്തം കൊണ്ടായിപ്പോയതാണ്, നമ്മളായിട്ടായതല്ല. അപ്പോ 2 കുട്ടികള്, 2 പേരും ദേവിയിൽ പഠിക്കുന്നു. ഒരാൾ 9 പെൺകുട്ടി, രണ്ടാമത്തെ ആള് ആൺകുട്ടി 3ാം ക്ലാസ്. ഹലോ, നമസ്കാരം. ഞാൻ സലീന, 10 സീലായിരുന്നു. ഞാൻ കൊട്ടശ്ശേരിയിൽ നിന്നാണ് വന്നിരുന്നത്. ഫാമിലി എനിക്ക് 3 മക്കളാണ്, 3 പെൺമക്കളാണ്. മൂത്തോള് BEd പഠിക്കുന്നു, അവളെ കല്യാണം കഴിഞ്ഞ് അവൾക്കൊരു കുട്ടിയായി. പിന്നെ രണ്ടാമത്തോള് റേഡിയോളജിക്ക് പഠിക്കുന്നു, മൂന്നാമത്തോള് 4-ല്. പിന്നെ ഹസ്ബൻഡ് 9 വർഷം. അപ്പൊ എന്റെ പേര് ലിനി, 10 പഠിച്ചിരുന്നത്. ഹസ്ബൻഡ് ഷാജു ശങ്കർ, ഇപ്പോ അഡ്വക്കേറ്റ് ആണ്. ഇപ്പോ മിനിസ്റ്ററുടെ അഡീഷണൽ PS ആണ്. 2 മക്കള്, 2 പേര് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു, ആൺകുട്ടികള്. ക്ലാസ്സിന്റെ ഉരുണ്ട അക്ഷരത്തിന്റെ ഉടമയായ സവിത അതിലേക്ക് വരികയാണ്. ഗീത അല്ലല്ല, അവര് നിൽക്കുന്നില്ല കേട്ടോ. അവര് നമ്മളെ ടൈം ചെലവാകും. അപ്പൊ അവരാ നിൽക്കുന്നിടത്ത് തന്നെ പറയുന്നത്. നിങ്ങൾ ഇതിങ്ങനെ തിരിച്ചാൽ മതി. സച്ചു ഫോട്ടോ എടുക്കാമോ ഇവർ ഓരോരുത്തർ ചെയ്യുമ്പോ? ഗീത പേര് 10 ജിയിലായിരുന്നു. കടൽപ്പുറത്തു നിന്നാണ് വന്നിരുന്നത്. ഹസ്ബൻഡ് സൗദിയിലാണ്. ഞാൻ ഇവിടെ നാട്ടിൽ സെറ്റിലായി 4 വർഷമായി. കുട്ടികൾ 2 ആള്. ഒരാള് BTech പഠിക്കുന്നു, ഒരാള് 8th സ്റ്റാൻഡേർഡ്. അങ്ങനെ ഓരോ ഗ്രൂപ്പിനോട് ചോദിച്ചു, ഞാനും ആടാവട്ടെ എന്റെ ഏട്ടന്മാരോടൊക്കെ ഞാൻ ചോദിക്കായിരുന്നു. അപ്പൊ അതിനാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് നല്ല ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നു. 20 വർഷത്തോളം അവിടെ ഇരുന്നു. ഇപ്പൊ 4 വർഷമായിട്ട് നാട്ടിൽ സെറ്റിലാണ്. സ്റ്റേഷൻ പുറത്താണ് വീട്. 2 മക്കളാണ്. മോൻ MBA ചെയ്യുന്നു പൂനെയില്, മോള് ഡിഗ്രി ഓഷനിൽ ചെയ്യുന്നു. ഹസ്ബൻഡ് ഇപ്പൊ നാട്ടിൽ സ്വസ്ഥം. ഇതിനാണ് പഠിക്കണത്. ഞാൻ ലിനി സവിത ഒക്കെ ഒരേ ബാച്ചാണ്. പിന്നെ എന്താ പറയണ്ട, എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം. മോനുമാണ്. മോള് BEd, മോൾ ഡിഗ്രി 2nd ഇയർ. ഹസ്ബൻഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ, ആലപ്പുഴ സൂപ്പർവൈസർ ആയിരുന്നു. മണ്ണമ്പറ്റയിലാണ് വന്നത്. ഇപ്പൊ 2 മക്കള് ചെന്നൈയിലിരിക്കുന്നു. നാട്ടിൽ സെറ്റിൽ ആവാൻ തുടങ്ങാണ്. മകൻ CMA കഴിഞ്ഞു, ജോലി ചെയ്യുന്നു. മകള് ഡിഗ്രി കഴിഞ്ഞു. 10 സീലാണ്. എനിക്ക് വീട്ടിൽ ഹസ്ബൻഡ് 2 കുട്ടികളെ ഉള്ളത്. ഹസ്ബൻഡ് സ്കൂൾ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് ഒരു പെട്രോൾ പമ്പിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ 2 മോളാണ്. മൂത്താള് കല്യാണം കഴിഞ്ഞു, കുട്ടിയുണ്ട് ബഹറില്. ഹസ്ബൻഡിന്റെ കൂടെ അവള് അവിടെ താമസിക്കുകയാണ്. ചെറിയ മകള് BEd പഠിക്കുന്നു. ഞാൻ ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ 1 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഞാൻ സുമതി. സുമതിനെ അറിയാം, നമ്മുടെ വയലേക്കുന്ന് അവന്റെ അവിടെ തന്നെ. ക്യൂട്ട് സുമതി അവിടെ നിന്ന് വരുന്നത് ഞങ്ങൾ നോക്കിക്കാണായിരുന്നു. ഞാൻ പഠിച്ചിരുന്നത്. ഞാൻ BEd എടുത്ത ആളാണ്. അൺഎയ്ഡഡ് സ്കൂളിലെ CBSE സ്കൂളിൽ 15 വർഷത്തോളം വർക്ക് ചെയ്തു. ഇപ്പോ 1 വർഷമായിട്ട് അമ്മയ്ക്ക് വയ്യാതെയായിട്ട് ഞാൻ റിസൈൻ ചെയ്തിരിക്കുകയാണ്. എനിക്ക് 2 മക്കള്. മോൻ ഡോക്ടറാണ്, മോള് ഇന്റഗ്രേറ്റഡ് MSc കുസാറ്റില് പഠിക്കുകയാണ്. ഹസ്ബൻഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഫാർമസി വിഭാഗത്തിലെ ജില്ലാ മേധാവിയായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹം റിട്ടയർ ചെയ്തു. ഇപ്പൊ സ്വസ്ഥം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ സാവിത്രി, 10 ബിയിൽ പഠിച്ചിരുന്നു. ചുണ്ട് അടിയന്നൂര് ആണ് വീട്. ഇപ്പൊ നരിയമ്പാടത്തേക്ക് കല്യാണം കഴിച്ചുകൊണ്ടു. ഹസ്ബൻഡ് SR കോഴ്സ്, ഇപ്പോൾ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു. ഒരു മോൻ BTech ഫൈനൽ ഇയർ. ചെന്നൈയിൽ സെറ്റിലായി. അടിപൊളി. തമിഴെത്തിയായോ? ഓക്കെ. എപ്പി ഇരിക്കും? നല്ല ഇരിക്കാ? മലയാളിയാ? മോർണിംഗ്. പിന്നെ 10ലാണ് പഠിച്ചിരുന്നത്. വീട് കടമ്പഴിപ്പുറം. എനിക്ക് എന്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. ഇപ്പൊ നാട്ടിൽ സെറ്റിലായി. ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. 2 പിള്ളേര് ട്വിൻസാണ്. അവരിപ്പോ +2 പഠിക്കുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് മണ്ണാർക്കാട് ഒരു ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്റർ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഓക്കെ, താങ്ക് യു. ഹസ്ബൻഡ് ഞങ്ങൾ ഈരോട് ഒരു മോന് കല്യാണം ചെയ്തു, ഒരു മോനാണ്.
അത് കേട്ടില്ല, ശ്രീഷ കേട്ടില്ല. സോറി ഞങ്ങൾ ബിസി ആയിപ്പോയി. സോറി. എന്താ പറഞ്ഞു? എന്തായിരുന്നു വെറുതെ വിടാൻ പറ്റില്ല. ചെന്നൈയിൽ നിന്ന് വന്നതാണ്. ചെന്നൈയിൽ നിന്ന് വന്നിട്ട് മോള് ഡിഗ്രിക്ക് പഠിക്കണം. ഹസ്ബൻഡ് ചെന്നൈയിൽ. എല്ലാവർക്കും നമസ്കാരം. എന്റെ വീട് ഇവിടെ അഴിയന്നൂരാണ്. ഇപ്പൊ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ണാർക്കാട് തെങ്കര എന്ന സ്ഥലത്താണ്. ഞാൻ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് ഈ 3-ാം തീയതി. അതിനുശേഷം കുറെ ഫ്രണ്ട്സോട് എനിക്ക് കാണാൻ പറ്റി. 30 വർഷങ്ങൾക്ക് ശേഷം 2 പെൺകുട്ടികളാണ്. ഒരാളെ കല്യാണം കഴിഞ്ഞു, ഒരാളെ ഒപ്റ്റോമെട്രി പഠിച്ചിട്ട് വർക്ക് ചെയ്യും. നല്ല വാക്കിന്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ. സ്നേഹമാകുന്ന ഗീതമോ എന്റെ കാതിലിണയാകണേ. സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. ഭൂമി അമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ. ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ. ലോകമൊന്നെന്ന പാഠമെന്നുമേ മനസ്സിലെഴുതേണമേ. 30 വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേരുകയാണ്. പലരും ഇവിടെ പരിചയപ്പെട്ടു, വിശേഷങ്ങൾ പങ്കുവച്ചു. അത് പൂർത്തിയായിട്ടില്ല. അതിനു മുമ്പേ വളരെ ആദരപൂർവ്വം നമ്മൾക്ക് വിദ്യ പകർന്നു തന്ന നമ്മുടെ അധ്യാപകർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ അവിടെ എത്തിയിട്ടുണ്ട്. അവരെ ആദരിക്കുക, അവരുടെ അനുഗ്രഹങ്ങൾ കൈക്കൊള്ളുക എന്ന ഒരു ചടങ്ങ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ആരാധ്യരായ നമ്മൾ പഠിച്ചിരുന്ന കാലത്തുള്ള HM ഭാസ്കരൻ മാഷ് ആദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്ത പ്ലീസ് വരും. പൊന്നാട അണിയിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്യണം പ്ലീസ്. പൊന്നാട ഉണ്ടോ? പിന്നെ ഓക്കെ. അടുത്തതായി വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഹിന്ദി അധ്യാപകനായ അടുത്തത് നമ്മുടെ ചിത്ര. താങ്ക് യു. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ. 91-92 song batch actually. Please. അമ്പേ ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഗൗരി ടീച്ചർ എത്തിയിട്ടുണ്ട്. ഗൗരി ടീച്ചറെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ കടമ്പ താങ്ക് യു സോ മച്ച്. ഗോപിയേട്ടൻ പെട്ടെന്ന് പേര് വായിക്കുന്നില്ല. എന്തായാലും നമ്മുടെ ഈ പരിപാടിക്ക് നമ്മുടെ ഒക്കെ ചേർന്ന് എത്തിച്ചേർന്ന എൻ്റെ എല്ലാ കൂട്ടുകാരെയും പലരെയും നമുക്ക് തിരിച്ചറിയാൻ പ്രയാസം നേരിട്ടുവെങ്കിലും ഇവിടെ വന്ന് പരിചയം പുതുക്കിയപ്പോൾ ഉണ്ടായിരുന്നത് അതിൽ ഏകദേശം ഒരു 130ഓളം ആളുകളെ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ ബാക്കിയുള്ള ആളുകളെ കൂടെ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ചേരുന്ന ഈ യോഗത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അവർക്ക് കൂടിയുള്ള സ്വാഗതം ഞാൻ ഈ വേദിയിൽ പറയുകയാണ്. ഒരിക്കൽ കൂടി അവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you so much, Unnikrishnan, for such a wonderful welcome speech. Lighting of lab. ബസ് മാഷൊന്ന് വരികയായിരുന്നു വെച്ചാൽ ലൈറ്റ് ചെയ്യായിരുന്നു.
And നമ്മുടെ സവിത second leader and Shashi the first leader of school 1992 batch. It's a pleasure and a happy moment for everyone. Thank you all. Thank you so much. കയ്യടി ഒട്ടും കുറഞ്ഞില്ല കേട്ടോ. വീഡിയോ എടുക്കാത്തവരെല്ലാവരും കയ്യടിക്കുക. നമ്മുടെ ഒരു ഹാപ്പി മൊമെന്റ് ആണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 30 years is not a short time. ലോങ്ങർ ടൈമിന് ശേഷം നമ്മൾ കണ്ടുമുട്ടാണ്. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇന്ന് വന്ന നമ്മുടെ ടീച്ചേഴ്സിനെയാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത്. അവരുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയിലൊക്കെ അവർ എത്തിച്ചേരാൻ കാണിച്ച മനസ്സിന് ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ്. സോ ലൈറ്റിംഗ് ഓഫ് ലാൻഡ്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഷെ. താങ്ക് യു സവിത. താങ്ക് യു ശശി. താങ്ക് യു ഓൾ. താങ്ക് യു മൈസെൽഫ്. ഓക്കെ, ഇനി ഈ കേക്ക് നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് നമ്മള് അല്ലെ നമ്മളെല്ലാവർക്കും കൊടുക്കുക. താങ്ക് യു സോ മച്ച്. ടീച്ചേഴ്സിനൊക്കെ കൊടുക്കുക. ഓർഗനൈസേഴ്സ് നമുക്ക് കട്ട് ചെയ്ത് ടീച്ചേഴ്സിനൊക്കെ കൊടുക്കുക. താങ്ക് യു സോ മച്ച്. മാഷി നമ്മൾ പഠിക്കുന്ന സമയത്ത് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. ആ സ്ട്രിക്റ്റ് കൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഇപ്പോഴും വീണ്ടും കണ്ടുമുട്ടാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. ആ ഒരു ശിക്ഷണത്തിൽ വളരെ അടുത്തതായി ചന്ദ്രശേഖര പരിപാടി കഴിച്ചു വന്നു. രണ്ടാമത്തെ പരിപാടിയാണ്. ഒരാൾ ഒരു പൂച്ചെണ്ട് തന്നെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എന്റെ ഹൃദയത്തിൽ ഓരോ പൂച്ചെണ്ട് കഴിയുന്നില്ല. ആ കാലം നമ്മൾ പല നാട്ടുകളും വരുത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പരിവർത്തനത്തിന്റെ ഇടയിൽ നിങ്ങൾ ഓർമ്മിച്ചതിന് ഏറ്റവും വലിയ എല്ലാവരോടും ഈ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് പാറശാലയിൽ നിന്ന് ആണ് ഞാനിവിടെ എത്തിയത്. തിരുവനന്തപുരത്ത് അച്ഛൻ്റെ വീട്, അമ്മേൻ്റെ വീട് ഈ നാട്ടിൽ തന്നെ കൂടി. ഈ നാട്ടുകാരനായി മാറി. അങ്ങനെ എല്ലാവരും നിങ്ങളെ എല്ലാവരെയും മുഖം കാണുമ്പോൾ വളരെ വളരെ സന്തോഷത്തോടു കൂടി ആണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ നല്ല ഭാവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ താങ്ക് യു സോ മച്ച് മാഷേ. താങ്ക് യു സോ മച്ച്. അടുത്തതായി മുകുന്ദം മാഷ് പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി അതോട് ക്ഷണിക്കും. താങ്ക് യു സോ മച്ച്. മൃഗമാഷിനെ ഞങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ്. ഒരുപാട് സന്തോഷം. ഇനി മുകുന്ദമാഷിനെ രണ്ടും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ എല്ലാവരും. ആ കുട്ടിയുടെ രക്ഷിതാവായിട്ട് വിക്ടോറിയ കോളേജിൽ പോയി ചേർക്കേണ്ടത് എൻ്റെ വിയോഗമായിട്ട് വന്നു. ഞാൻ ആ കുട്ടിയുടെ രക്ഷിതാവായിട്ട് അവിടെ ചെന്ന സമയത്ത് ഏതാണ്ട് പക്ഷേ നിങ്ങളുടെയൊക്കെ ബാച്ചിൽപ്പെട്ട കുട്ടീനെ എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു അധ്യാപകൻ, നിങ്ങൾ കടമ്പഴിപ്പുറ സ്കൂളിലെ അധ്യാപകനാണോ? അതേപോലെ കുറേ അധ്യാപകർ 4 പുറമിൽ ഒന്ന് പോകുന്നു. അപ്പോൾ എന്താണോ സംഭവിച്ചത്? വിക്ടോറിയ കോളേജിലെ പ്രൊഫസർമാരാണ്. ഒരു 4 പുറം വന്ന് വളർന്ന സമയത്ത് എന്താ സംഭവം ഞാനൊന്ന് അനുഭവിച്ചു. അപ്പോൾ അതിലൊരു സഹദേവൻ എന്ന് പറയുന്നൊരു ഫിസിക്സ് പ്രൊഫസറുണ്ട്. എന്ന് ചോദിച്ചു, എന്താ നിങ്ങളെ കുട്ടികളെ ചെയ്യണത്? ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് എന്ന് നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിക്ടോറിയ കോളേജിലെ ഒരു പ്രൊഫസർ പറഞ്ഞപ്പോൾ നമ്മുടെ സ്ഥാപനം ലോകോത്തരമാണ് എന്ന് ബോധ്യം. ആ ഒരു ഹൈസ്കൂളിന്റെ മാനേജറാണ് ഗോപിയെന്നെയാണ് ഇപ്പൊ പൊന്നാട അണിയിക്കുന്നത്. ബേബിരാജ്. ഒരു കാര്യം കൂടി അറിയിക്കട്ടെ, നമ്മുടെ ഈ 92 ബാച്ചിന്റെ സ്കൂൾ കാലത്ത് ഒത്തിരി ഓർമ്മിക്കാനായിട്ട് ഒരുപാട് നിമിഷങ്ങൾ തന്നിട്ടുള്ള ടീച്ചറാണ് നമ്മുടെ എന്താ പറയാ സ്ട്രിക്റ്റ് ആൻഡ് സ്ട്രോങ് ആൻഡ് ലവബിൾ ടീച്ചർ, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ടീച്ചർ മാലിനി ടീച്ചർ. നല്ല കാര്യം. അടുത്തതായി നയിക്കുന്നത് ശ്രീകുമാറിന്റെ ക്ലാസ് ടീച്ചർ കൂടിയാണ്.
അംബിക ടീച്ചർ. അപ്പോൾ ഇത് നിർത്താൻ പാടില്ല കേട്ടോ, അതുപോലെ കഴിക്കണം പ്ലീസ്. Thank you so much, Abhi teacher. It's a very emotional moment for each and everybody. So please, teacher. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ മനസ്സും ആകുന്നത് പോലെ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞ നമ്മൾ പഠിപ്പിച്ച കുട്ടികളെ ഇതിൽ കാണാൻ സാധിക്കുക. അവരുടെ ഈ സ്നേഹ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിക്കുക. ഒരു അധ്യാപകന് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. നമുക്ക് ആരോടും പറയാം, ധൈര്യപൂർവ്വം പറയാം, സന്തോഷത്തോടു കൂടി പറയാം, അഭിമാനത്തോടു കൂടി പറയാം, ഞങ്ങളുടെ സമ്പത്താണ് ജീവിക്കുന്നത്. യാതൊരു സംശയവും വേറെ ആർക്കും കിട്ടും ഇത്. ഒരധ്യാപകനല്ലാതെ മറ്റാർക്കും ജീവിതത്തിൽ സ്മരിക്കാൻ പോലും സാധിക്കാത്ത ഇതേപോലുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഈ സന്ദർഭം കാഴ്ചവെച്ചതിന് നിങ്ങളോടുള്ളതായ നന്ദിയും സ്നേഹവും ഞാൻ പ്രത്യേകം പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എപ്പോഴും ടീച്ചറെ കാണുമ്പോൾ ഞങ്ങൾക്ക് കൗതുകമാണ്, ഭയങ്കര സ്നേഹമാണ്. ടീച്ചർ എന്തെങ്കിലും ഒരു ക്ലാസ്സിൽ ഞാൻ എനിക്ക് പഠിപ്പിക്കാൻ കിട്ടണേന്ന് താങ്ക് യു സോ മച്ച് ടീച്ചർ. അപ്പം തന്നെ ഞങ്ങളെ 92 ബാച്ചിന്റെ സ്നേഹ സമ്മാനം അത് കൈമാറുന്നതിന് വേണ്ടി അഭിയെ ക്ഷണിക്കുന്നു. പക്ഷേ അത് താങ്ക് യു സർ. ഞാൻ 91 നവംബറിലാണ് വന്നത്. എനിക്ക് തോന്നുന്നു അന്ന് നിങ്ങളൊക്കെ 9-ലാവും. എനിക്ക് 9-ലൊന്നും അന്ന് എനിക്ക് തന്നില്ല. ഭാസ്കർ മാഷോട് ഞാൻ പരാതി പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ പഠിപ്പിച്ച അധ്യാപകന് ഇതിലേക്ക് എന്തെങ്കിലും പറയായിരുന്നു. അതുമില്ല, ഏകദേശം ആങ്കറൊക്കെ പറഞ്ഞ പോലെ നമ്മളൊക്കെ പ്രായം എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. അത് സത്യമൊന്നും അല്ലെങ്കിലും എൻ്റെ കുട്ടിയെ കല്യാണം ആലോചിക്കാൻ തുടങ്ങി. അത്രയും പ്രായമായി ഞാൻ. എങ്കിലും ആങ്കറിനോടുള്ളൊരു ബഹുമാനം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരൻ തൽക്കാലം പറയുന്നു. ആകെ എനിക്ക് ചെറുപ്പം വരെ ക്രിക്കറ്റ് കളിക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് കളിയുന്നത്. 2 മണിക്ക് മൈതാനത്ത് കളിയുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയോ തോന്നലോ ഒക്കെ വന്നിട്ടാവുക. യാതൊരു സംശയമില്ല. നല്ല പ്രായമായി, ഒരുപാട് ഇഷ്ടം വന്നു, ഇടറാൻ തുടങ്ങി. ഹിന്ദി ഭാഷ കേൾക്കണ്ട, എങ്കിലും പറയുന്നു എന്ന് മാത്രം. അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആ ഫാൻ മേടിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. സ്കൂളിലേക്ക് ഇങ്ങനെ ഓരോ ഗിഫ്റ്റുകൾ കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ബാച്ച് ഓർമ്മിപ്പിക്കാൻ ഇപ്പോഴത്തെ പുതിയ എനിക്കൊരു അസംബ്ലി കൂടുമ്പോഴൊക്കെ എനിക്ക് പറയാം, അതിനൊക്കെ എനിക്കാണ് ഇവിടെയുള്ള ആരെക്കാളും എനിക്കാണ് കഴിയുക. നിങ്ങൾ മുഴുവൻ എല്ലാ കുട്ടികളോടും ഞാൻ 92 ബാച്ചുകാർ ഇന്നൊക്കെ തന്നു എന്ന് അവരിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും ഞാനെന്ന ഒരു മീഡിയേറ്റർ ഉണ്ടാവും. അപ്പൊ ആ ഒരു കടപ്പാട് നിങ്ങൾ എന്നോട് വേണം. ക്ലാസ്സെത്തുന്നതായിരിക്കാം, ആ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ആ സമയത്ത് കുറച്ചും കൂടി ഇതിലും നല്ലൊരു അവസരം കിട്ടാനില്ല. അവന് കിട്ടുന്നത് ഞാനും കൂടി കിട്ടുന്നത് തുല്യമാണ് സർ. ഒരു കാരണം തന്നെ ആങ്കർക്ക്, ചെറുപ്പക്കാരനെ ആങ്കർക്ക് കൊടുക്കാൻ പോകും. താങ്ക് യു. We are